നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഓൺലൈൻ വഴിയുള്ള മീൻ കച്ചവടം എന്ന വ്യാജേന വൻ തട്ടിപ്പ്. മലയാളികളടക്കം നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടു. കുവൈറ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഓൺലൈനിൽ 50% ഡിസ്കൗണ്ടിൽ മത്സ്യം എന്ന പരസ്യ പ്രചാരണങ്ങളാണ് ഉപഭോക്താക്കളെ ഈ തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് വിവരം. തട്ടിപ്പ് ആണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കുവൈറ്റിലെ ഒരു പ്രമുഖ ഫിഷ് കമ്പനിയുടെ പേരുപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഓൺലൈനിൽ 50% ഡിസ്കൗണ്ട് വരുത്തി കുവൈറ്റ് പ്രമുഖ ഫിഷ് കമ്പനിയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പേജ് നിർമ്മിച്ചുകൊണ്ടായിരുന്നു ആ പേജിലൂടെ ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഓൺലൈനായി ഓർഡർ ചെയ്യുന്നവർക്ക് കുവൈറ്റിലെ ബാങ്കിംഗ് പേയ്മെന്റ് ആപ്പിന്റെ രീതിയിലുള്ള പേജ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ OTP നൽകുന്നതോടെ ബാങ്കിലെ മുഴുവൻ കാശും തട്ടിപ്പ് സംഘം പിൻവലിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. ഇത്തരത്തിൽ മലയാളികളടക്കം നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ട് കാലിയായിട്ടുണ്ട്. 8 ദിനാർ ഓൺലൈനായി നൽകിയിട്ടുള്ള ഒരു മലയാളിക്ക് 400 ദിനാറോളമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ നിരവധി തവണയായിട്ടാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത് എന്നതാണ് റിപ്പോർട്ട്. പണം നഷ്ടപ്പെട്ട നിരവധി പേർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പേജ് ഇപ്പോഴും നിലവിൽ തന്നെയുണ്ട്. നിരവധി പേരാണ് പണം നഷ്ടപ്പെട്ട വിവരം ഇതേ പേജിൽ തന്നെ കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും തട്ടിപ്പ് ഇപ്പോഴും തുടരുന്നു എന്നതാണ് റിപ്പോർട്ട്. ചെമ്മീൻ, സുബൈദി തുടങ്ങിയിട്ടുള്ള മീനുകൾ ഉൾപ്പെടെ ഫിഷ്, ബാർബിക്യൂ പോലുള്ള ഭക്ഷണങ്ങളും ഈ ഓൺലൈൻ പേജ് വഴി കച്ചവടം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. 10 കിലോ വലിയ ചെമ്മീന് 8 ദിനാറാണ് ഇവർ ഈടാക്കിയിരുന്ന വില. നിലവിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മത്സ്യവിലയിൽ കടുത്ത വർധനവാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്സ്യബന്ധനം നടക്കാത്തതാണ് മത്സ്യത്തിന്റെ വില ഉയരാനായി കാരണമായി പറയുന്നത്. അടുത്ത ദിവസങ്ങളിലും മത്സ്യവില വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചു വന്നത്. മത്സ്യങ്ങളുടെ വില കൂന്തളിന് 34 ദിർഹം, ഞണ്ടിന് 30, സിബ്രീം 40, മിൽക്ക് ഫിഷ് 23, സുൽത്താൻ ഇബ്രാഹിം അതായത് പുതിയാപ്പൻകുട്ടൻ 25 അല്ലെങ്കിൽ 22, ജിഷ് 20, തിലാപ്പി 20, മുള്ളൻ 18, സാൽജിഷ് 22, നങ്ക് 26, ചേരി 18, സീബാസ് 25, അയക്കുറ 30, ടൂണ 18, ഏട്ട 15 എന്നിങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മത്സ്യത്തിന്റെ വിലയായി മാർക്കറ്റിലുള്ളത്. മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മത്സ്യങ്ങളുടെ വില കൂട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, മത്സ്യങ്ങളുടെ വില കൂടിയതോടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി മത്സ്യങ്ങളാണ് കൂടുതലായി മാർക്കറ്റിൽ എത്തുന്നതെന്നും റിപ്പോർട്ടുണ്ട്. റംസാൻ മാസം ആയതുകൊണ്ട് തന്നെ സാധാരണ വിലയേക്കാൾ ഉയർന്നിരിക്കുന്നത് വലിയ ആശങ്കയാണ് പ്രവാസികളിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്നത്. ഇക്കുറി മത്സ്യത്തെക്കാൾ ഇരട്ടിയും 3 ഇരട്ടിയും വിലയാണ് സ്വദേശി മത്സ്യങ്ങൾക്ക് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അറബികൾക്ക് പുറമെ മലയാളികളും ഫിലിപ്പീൻസ്, ശ്രീലങ്കൻ സ്വദേശികളുമാണ് ഏറ്റവും കൂടുതലായി ഇവിടെ മത്സ്യം കഴിക്കുന്ന ആളുകൾ. സാധാരണക്കാരുടെ മത്സ്യമായ മത്തിക്കും വില വലിയ രീതിയിൽ തന്നെ അവിടെ ഉയർന്നു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ 19 ദിർഹമാണ് അവിടെ മത്തിക്കുണ്ടായിരുന്ന വില. തണുപ്പ് കുറയാതെ മത്സ്യവില കുറയില്ല എന്നത് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. ഇത്തരത്തിൽ മത്സ്യലഭ്യതയുടെ അളവ് കുറയുന്നു എന്ന് മനസ്സിലാക്കി ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. തട്ടിപ്പ് സംഘത്തെ ഉടൻ തന്നെ പിടികൂടുമെന്ന് തന്നെയാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്.